ഫുള്ള് വള്ളംകളിയാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതാകെ അടിച്ചു പോയിക്കണു തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ GoPro വള്ളത്തിൽ തട്ടി ഒരു വിശ്വാസം ടൈറ്റില്ലാതെ തന്നെ ലെവലിലാണ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ട്രാവലിങ്, അതായത് ട്രാവലിങ്ങിനായിട്ടുള്ളതാണ്. പക്ഷേ നമുക്ക് എവിടേക്ക് പോകാൻ പറ്റില്ല. ഈ റംസാനൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആകെ വീട്ടിൽ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വെറൈറ്റി എന്ന് വെച്ചാൽ നമ്മൾ കിട്ടിലും വെറൈറ്റിയാണ്. നമ്മൾ കുഴൽക്കിണർ നമ്മൾ 200 അടിയോളം ആദ്യം അടിച്ചിരുന്നു. അപ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ വെള്ളം വളരെ കമ്മിയായിട്ടുണ്ട്. അപ്പോൾ വെള്ളം കമ്മിയായിട്ട് പിന്നെ രണ്ടാമത് നമ്മൾ ഒന്നുകൂടി അടിച്ചു. ആ സമയത്ത് ഇതിൽ അതായത് ഫുള്ള് പൊടി പാറ ചെയ്ത് ആ വീഡിയോ ഞാനിതിൻ്റെ ഇടയിൽ ഇട്ട് തരാം. അതായത് ആ 200 അടി, അതായത് അത്യാവശ്യം വെള്ളം കണ്ട കിണറ്റിൽ പിന്നെ അടിക്കുന്ന സമയത്ത് ഫുള്ള് പൊടി പാറ, അതായത് നമ്മളെ കായ് പോയി നമ്മൾ വിചാരിച്ചതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ കുറച്ചും കൂടി ഒക്കെ താഴ്ന്ന കഴിഞ്ഞേക്ക് കുറച്ചൊരു ചെറിയൊരു വെള്ളത്തിനത് കണ്ടു. പക്ഷേ അത് ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ കുറഞ്ഞ വെള്ളമുള്ളൂ എന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ എത്ര വെള്ളം ഉണ്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി കണ്ട് നമ്മളെ GoPro Hero 9 നമ്മളിന്ന് ഇതിലേക്ക് ഇടാൻ പോവാണ്. അതായത് കൊൽക്കണ്ട് കിട്ടുക എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. കാരണം തിരിച്ച് കിട്ടുമോ എന്നുള്ളതൊന്നും, തിരിച്ച് കിട്ടട്ടെ. കിട്ടിയില്ലെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ മുടങ്ങും. അപ്പോൾ ഏതായാലും തിരിച്ച് കിട്ടട്ടെ. അപ്പോൾ നല്ല ഇതിനായി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഏതായാലും നമുക്ക് കൊൽക്കണ്ട് കിടാം, എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം. നമ്മളെ കൊൽക്കിണർ നമ്മൾ ജസ്റ്റ് ഒന്ന് ആദ്യം കാണിച്ചു തരാം. ഇതാണ് നമ്മളെ കോയൽ കേട്ടില്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ ഇറക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ സംഗതിയൊക്കെ ഇവിടെ സെറ്റപ്പ് ആയിട്ടുണ്ട്. ടോർച്ച് നമ്മൾ ഫുൾ ടാപ്പൊക്കെ ചുറ്റിയിട്ട് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഉമ്മ തന്നെ ഇവിടെ നിർത്തൂല. അതേപോലെ തന്നെ നമ്മൾ കയറിൻ്റെ ഒരു റോഡ് എടുത്തിട്ടുണ്ട്. ഇത് മതിയാവും തോന്നുന്നുണ്ട്. ഏകദേശം 325 അടിയോളം ഇപ്പോൾ ടോട്ടലായിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് നേരെ ഇറക്കിയാലോ ഗായ്സ്. അപ്പോൾ നമ്മൾ GoPro ഇറക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ GoPro നമ്മൾ ഫുൾ സെറ്റാക്കി റെഡി ആക്കിയിട്ടുണ്ട്. വാട്ടർ പ്രൂഫ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്താട്ടി ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഒരു ടോർച്ച് ഫുള്ളായി കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ GoProക്ക് സീനില്ല, അണ്ടർ വാട്ടറാണ്, അവിടെ സീനില്ല. അപ്പോൾ ഏതായാലും GoPro നമ്മൾ ഇനി ഓണാക്കുകയാണ്, നമ്മൾ ഇറക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ GoPro ഓണാക്കി ഇനി നമ്മൾ ടോർച്ചും കൂടി ഓണാക്കാം. അപ്പോൾ ടോർച്ച് ഓണായി. ഗായ്സ് അപ്പോൾ അങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്.
ചാർജ് കഴിഞ്ഞതല്ലടാ കട്ടായ ഗൈസ് നമ്മളെ ഫസ്റ്റത്തെ അറ്റംപ്റ്റ് അങ്ങനെ ജസ്റ്റ് പാളി. കാരണം എന്താ വെച്ചാൽ ഫുള്ള് കംപ്ലീറ്റ് ആക്കാനുള്ള റെക്കോർഡ് നിന്നില്ല. അപ്പോൾ തന്നെ ബാറ്ററി ചാർജ് കഴിഞ്ഞിക്കാണ്ട് നിന്നു. അപ്പോൾ രണ്ടാമത്തെ അറ്റംപ്റ്റ് പറഞ്ഞാൽ നമ്മൾ ഒന്ന് നമ്മളെ ടോർച്ച് നമ്മൾ ചെറുതാക്കി. മറ്റേ ടോർച്ച് വലിയ ടോർച്ച് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്നാമവിടെ ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ശരിക്കും കാണാം നമ്മളവിടെ പോയി കുടുങ്ങുന്നതൊക്കെ. അപ്പോൾ ഏതായാലും നമ്മൾ രണ്ടാമത്തെ അറ്റംപ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ചെറിയ ടോർച്ചും കാര്യങ്ങളും സംഘടിപ്പിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇറക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനി വെള്ളത്തിൽ തട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണെന്നുള്ളത് നമ്മൾ വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് ഇറക്കിയാലോ. അപ്പോൾ നമ്മൾ ടോർച്ച് ഓൺ ആക്കിയപ്പോൾ ടോർച്ചിൻ്റെ വെളിച്ചം കാണുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ GoPro ഓണാണ്. ഈ GoPro റെക്കോർഡ് ചെയ്യുക, നേരത്തെ ആയിട്ട് ഇറക്കാം. അത് നമുക്ക് ഇറക്കി വെക്കാം. ഇപ്പോൾ GoPro കാര്യങ്ങളൊക്കെ ഓണാണ്. പിന്നെ നമുക്ക് താഴോട്ട് ഇറക്കാം. അപ്പോൾ നമ്മളെ GoPro താഴോട്ട് പോവാണ്. ഏകദേശം ഇപ്പോൾ കുറച്ച് ക്യാമറ ലെങ്ത്തിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് കാണുന്നുണ്ട്. വെച്ചാൽ ക്യാമറ ഒന്ന് കാണിച്ചു കൊടുത്താൽ പക്ഷേ ഇവിടുന്ന് ക്ലിയർ ആവുന്നില്ല അല്ലേ. പക്ഷെ നമ്മൾ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഏകദേശം നമുക്ക് ഇവിടുന്ന് കാണുന്നുണ്ട്. ഒരു ചെറിയ ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇല്ല കുറച്ചും കൂടി നമ്മളിവിടെ ടാപ്പ് അടിച്ച ഞാൻ പറഞ്ഞ നേരത്തെ കുടുങ്ങിയില്ലേ ആ രീതിയിൽ നമ്മൾ ടാപ്പ് അടിച്ചു. അപ്പോൾ ആ ഒരു ലെവല് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് അവർ താഴത്തേക്ക് ഇപ്പോൾ ഫുള്ളായി പോകുന്നുണ്ട്. വേറെ സീനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവിടെ ടോർച്ചിൻ്റെ എന്തെങ്കിലും ഒരു ഫിറ്റ്നസ് കൊണ്ട് നമുക്ക് അത് പോകാനായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ GoPro വെള്ളത്തിൽ തട്ടിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ ടൈറ്റ് ഇല്ലാതെ തന്നെ ലൂസില ലെവലിലാണ്. പക്ഷേ കൂടുതലായിട്ട് നമുക്ക് GoPro ഇറക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ 30-35 അടിയോളാണ് GoProൻ്റെ അണ്ടർ വാട്ടർ ഷൂട്ടിങ്ങിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുക. അതിലേറെ കൂടുതൽ ഉപയോഗിച്ചാൽ നമുക്ക് ചിലപ്പോൾ വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് എത്രത്തോളം പോയി എന്നുള്ളത് അടിക്കാനൊന്നും നമ്മളെടുത്തില്ല. എന്താ വെച്ചാൽ നമ്മളെ മാസ്റ്റർ പീസിൻ്റെ ആ ഒരു ഇതിൽ വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ ശരിക്കും അറിയാം. അവരുടെ ചാനൽ പോയാലും കാണാം. അപ്പോൾ അതുപോലെ തന്നെ അവർ വാട്ടർ പ്രൂഫ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടാണ് ഈ ബോർവെല്ലിലേക്ക് സാധനം ഇറക്കുന്നത്. ഈ ബോർവെല്ലിൽ പ്രത്യേകിച്ച് നമുക്ക് എത്രത്തോളം അടി കാര്യങ്ങളൊന്നും നമുക്ക് ഈ കയറിൽ കാൽക്കുലേഷൻ കഴിഞ്ഞിട്ടില്ല.
അപ്പോൾ ഇവിടെ എത്താനായിരുന്നു തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ ടോർച്ചിന് ലൈറ്റ് ഒന്നും കാണാനില്ല കേട്ടോ. അടിച്ചു പോയിക്കണറില്ല, വാട്ടർ പ്രൂഫാണ്. നമ്മളതിൻ്റെ ബോക്സും കാര്യങ്ങളുണ്ട്, നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് GoPro കംപ്ലീറ്റ് പുറത്തെടുത്തിട്ട് വിഷ്വലുണ്ടോ നോക്കാൻ വന്നു. കാരണം GoPro ഓഫ് ആയിട്ടില്ല, നമ്മളെ ടോർച്ച് ഫുള്ള് ഓഫ് ആയിട്ട്. നിങ്ങളുടെ അടുത്ത് ഉള്ളിൽ ഫുള്ള് വെള്ളം കയറുന്ന കാണണ്ടെന്നാവോ, ഫുള്ള് വള്ളം കളിയാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതാകെ അടിച്ചു പോയിക്കണു തോന്നുന്നുണ്ട്. അങ്ങനെ വാട്ടർ പ്രൂഫൊക്കെ പറഞ്ഞിരുന്നു. നമുക്ക് ഏതായാലും അതിന് ബോക്സ് ഉണ്ടാക്കി കാണിച്ചു തരാം. ഇതിൽ ഫുള്ള് വെള്ളം കയറി. ഇനി ഏതായാലും ചിറ്റ് അയച്ചിട്ട് ബാക്കി നമുക്ക് ചെക്ക് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. അപ്പോൾ നല്ല നല്ല വീഡിയോസിനായി കൊണ്ട് കാണാം. അതുവരേക്കും ബൈ.